അപ്പോൾ എല്ലാവരും പി എയുടെ ലിസ്റ്റിങ്ങും കാര്യങ്ങളുമായിട്ടൊക്കെ ഭയങ്കര ആകാംക്ഷയിലായിരിക്കും. അപ്പോൾ അവർക്കുള്ളൊരു കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു പി എ ഒഫീഷ്യലായിട്ടുള്ള ഒരു പി എ. മറ്റേ ഒരു IOU ആണ്. അതിൻ്റെ കാര്യങ്ങളും എല്ലാം പറയാം. അപ്പോൾ ഇതാണ് OKEXൽ ലിസ്റ്റ് ആവുന്ന പി എ. ഫസ്റ്റ് എക്സ്ചേഞ്ചാണ് OKEX. അതാണ് ഈ കാണിച്ചേക്കുന്നത്. February 20, 2025 ലിസ്റ്റ്. ഏകദേശം ഇന്ത്യൻ ടൈം ഉച്ചകഴിഞ്ഞ് 1:30. എത്ര സപ്ലൈ ഉണ്ടെന്ന് ചോദിച്ചാൽ 5.96 ബില്യൺ സപ്ലൈ ഉണ്ട്. മാക്സിമം സപ്ലൈ 100 ബില്യൺ. ഈ ഒരു സപ്ലൈ വെച്ചുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ $1 മേളിൽ പോകും, $1 പോകുമെന്നൊക്കെ? ഒരിക്കലും അത്രയൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇത്രയും ഒരു മാർക്കറ്റ് ക്യാപ്പ് വന്നാൽ പോലും, ഇപ്പം നല്ല രീതിയിൽ ബൈയിങ് വന്നാൽ തന്നെ, നല്ല ഫണ്ട് ഉണ്ടായാൽ പോലും ഈ ഒരു സപ്ലൈ വെച്ച് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്ന ഈ ഒരു പ്രൈസ് എത്തുമെന്ന് ഒരിക്കലും ഇല്ല. അപ്പോൾ പലരും വിചാരിക്കും 50, ഇതിൻ്റെ എത്ര GCE പ്രൈസ് എത്ര, 3 ലക്ഷത്തി എത്രയൊക്കെ അല്ലേ പറയുന്നത്, $314 അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. BTC എങ്ങനെ കമ്പയർ ചെയ്യുന്നത് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. BTC എവിടെ കിടക്കുന്നു, പയ്യെ എവിടെ കിടക്കുന്നു. ഈ 100 ബില്യൺ സപ്ലൈയും ഈ 5.96 ബില്യൺ ആണെങ്കിലും ഈ ഒരു 100 ബില്യൺ തന്നെയല്ലേ അത് എപ്പോഴായാലും അൺലോക്ക് ആയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള നിങ്ങൾ നോക്കിയാൽ പ്രൈസ് താഴോട്ടേ പോകത്തുള്ളൂ. അല്ലെങ്കിൽ അതുകൂട്ട് ഹ്യൂജായിട്ട് ബേണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പം നിങ്ങൾ ഒരിക്കലും ഒന്നും പ്രതീക്ഷിക്കരുത്. 6 വർഷം നിങ്ങൾ മൈൻ ചെയ്തതിൻ്റെ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടാനില്ല. ഇപ്പം നിങ്ങളുടെ അവൈലബിൾ ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സെല്ല് ചെയ്യാം. $2 വരെ കിട്ടും. അതായത് ഒരു 150 രൂപ, ഒരു 40 രൂപ വെച്ചിട്ട് സെല്ല് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അത് കൂടി വന്നൊരു 150 രൂപ ഇപ്പോൾ അവൈലബിൾ ഉണ്ടെങ്കിൽ. ഇനിയിപ്പം ലോക്കഡായി കിടക്കുന്നവരുടെ കാര്യമെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർക്ക് അന്ന് വരുമ്പോൾ ഇപ്പം ഈ PA ബൈ ചെയ്യുന്നവരൊന്നും കാണത്തില്ല. അപ്പോൾ എക്സ്ചേഞ്ച് ഉണ്ടല്ലോ, അപ്പോൾ എക്സ്ചേഞ്ചിൽ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ഒരു പയ്യയുടെ വിലയെന്ന് വെച്ചാൽ 0.10 സെൻറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും വില. ഓക്കെ, ഈ ഒരു സപ്ലൈ വെച്ചുകൊണ്ട് മാത്രമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പം IOU പ്രൈസ് പറയും. അപ്പോൾ ഇവർ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട്, IOU പ്രൈസ് ഓൾറെഡി ഇവർ ഒഫീഷ്യൽ അല്ല. പക്ഷേ ഇത് ഒഫീഷ്യൽ ആയിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ലൊരു പ്രൈസ് അല്ലേ. പക്ഷേ ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇതിന് ഓൾറെഡി 68 മില്യൺ സപ്ലൈ മാത്രമായിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. അത്ര ഒരു സപ്ലൈ ഉള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു പ്രൈസ് പോവും. ഇത് കുറേ ഒരു 2022 ഡിസംബറിലാണ് ഇവർ തന്നെ ഓൾറെഡി ഇറക്കിയതായിരിക്കാം, അത് നമുക്കറിയില്ല. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഒരിക്കലും ഒന്നും നിങ്ങൾ സ്വപ്നം കാണരുത്. അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു എത്ര വർഷങ്ങൾ, നിങ്ങൾ 6 വർഷം ഇപ്പം നമ്മൾ ഇതുകൊണ്ട് മൈൻ ചെയ്തിട്ടുണ്ട്. ഞാനും ഒരിക്കലും ഈ ഒരു സപ്ലൈ വെച്ച് ഇത് കണ്ടപ്പം തന്നെ, ഇപ്പം നിങ്ങളുടെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ, ഇപ്പം ഞാനും കുറേ നാൾ മുമ്പൊക്കെ കൊടുത്തു, അപ്പം കുറേ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല. അപ്പം നിങ്ങളുടെ കയ്യിലെങ്ങാനും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കൊടുക്കാം, നല്ല വില കിട്ടും. അല്ലാതെ ചിലപ്പോൾ എക്സ്ചേഞ്ച് ലിസ്റ്റ് ആകുമ്പോൾ നിങ്ങൾ പറയുന്ന പോലെ 150 രൂപ ഒരു PAയ്ക്കൊന്നും വരില്ല. ഒരു 80 രൂപ പോലും, $1 പോലും എത്താനുള്ള സാധ്യതകൾ കുറവാണ്. ഇനിയിപ്പം ക്രിപ്റ്റോ ആണ്, എന്തെങ്കിലും സംഭവിച്ചാൽ അതുകൊണ്ട് ഫണ്ടിങ്, മാർക്കറ്റ് ക്യാപ്പ് കാര്യങ്ങളൊക്കെ വന്നാൽ ഇതിന്, പിന്നെ ഇതൊരു യൂട്ടിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇപ്പം ഇതിപ്പം വന്നെന്ന് പറഞ്ഞിപ്പം പ്രൈസ് കുറവായിരിക്കും. എന്നിരുന്നാലും ഇത്രയും മൈൻ ചെയ്തവർക്ക് ഒരു നല്ലൊരു സന്തോഷമായിട്ട് കാര്യങ്ങൾ വരുമെന്ന് നമുക്കറിയില്ല. എന്നാലും അവർക്ക് നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് പറയാനേ ഉള്ളൂ. അല്ല ഇത് നെഗറ്റിവിറ്റി ആയിട്ട് പറയല്ല, ഈ ഒരു സപ്ലൈ വെച്ചുകൊണ്ടൊരു പറയണം. അല്ല നിങ്ങൾ ഈ ഒരു സപ്ലൈ വെച്ചുകൊണ്ട് $5 പോവും, അല്ല $10 പോവും, അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കരുത്. അത് വളരെ ഒരു മണ്ടത്തരമാണ്. അത്രയും നല്ല മാർക്കറ്റ് ക്യാപ്പും കാര്യങ്ങളും ഒക്കെ വരണം. ഓക്കെ, അപ്പോൾ അതും ആലോചിക്കുക. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് 20 നോക്കാം എന്തൊക്കെയായാലും പ്രൈസ്. അല്ല $1 എത്താൻ പാടാണ്. അതും ആലോചിച്ച് നോക്കുക. പിന്നെ നമുക്ക് നോക്കാം, നല്ല പ്രൈസ് വരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു സപ്ലൈ വെച്ചുകൊണ്ടൊക്കെ ഈ മാർക്കറ്റ് ക്യാപ്പൊക്കെ എങ്ങനെ താണ്ടുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഇതായിട്ട് പറഞ്ഞതാണ്. ഇത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്ന് വെച്ചാൽ ഒരു കാര്യമായ കാര്യങ്ങൾ പറഞ്ഞാണ്, ഈ ഒരു സപ്ലൈ വെച്ചുകൊണ്ട് മാത്രം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.